കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ്. അതിൽ ഒന്നായിരുന്നു സംസ്ഥാനം വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കുന്നു എന്നുള്ളത്. പ്രതിമാസം 80 ലക്ഷം രൂപ നിരക്കിൽ ആയിരുന്നു ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ വാടകയ്ക്ക് എടുത്തിരുന്നത്. 25 മണിക്കൂർ ആയിരുന്നു സേവനം. അതിനു മുകളിൽ സേവനത്തിന് 90,000 രൂപ മണിക്കൂറിന് എന്ന നിലയിൽ അധികമായി നൽകേണ്ടതായി വരുന്നു. ഇപ്പോൾ വീണ്ടും ഹെലികോപ്റ്റർ ചർച്ചകളിൽ നിറയുകയാണ്. അത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിന്റെ സേവനം അത് എത്രത്തോളം സമയം ഉപയോഗിക്കുന്നു, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന വിവരങ്ങൾ രഹസ്യാത്മകമായി സൂക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനു മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതേ ഹെലികോപ്റ്റർ ഉപയോഗത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര തുകയാണ് മുടക്കിയത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ ഹെലികോപ്റ്ററിന്റെ വാടക എന്ന നിലയിൽ 48,76 ലക്ഷം രൂപ ആണ് ഹെലികോപ്റ്റർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഹെലികോപ്റ്റർ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടത് 2019-2020 കാലഘട്ടത്തിൽ കൂടിയായിരുന്നു. ആ കാലയളവിൽ 18,20 ലക്ഷം രൂപ ആണ് ഹെലികോപ്റ്റർ കമ്പനിക്ക് വാടകയായി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയത് എന്നുള്ളതാണ്. ഇനി മറ്റു വർഷങ്ങളുടെ തുക കൂടി പരിശോധിക്കുമ്പോൾ 18 കോടി രൂപ 2019-20 സൂചിപ്പിച്ചു കഴിഞ്ഞു. 21-22 കാലയളവിൽ 4 കോടിയിലധികം രൂപ വാടക ഇനത്തിൽ നൽകിയിട്ടുണ്ട്. 22-23 കാലഘട്ടത്തിൽ തുക നൽകിയിട്ടില്ല. 23-24 കാലഘട്ടത്തിൽ വീണ്ടും 3 കോടിയിലധികം രൂപ നൽകിയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ. 2024-25 വർഷത്തിൽ 12 കോടി രൂപയും 25-26 വർഷത്തിൽ 8 കോടി രൂപയും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 48 കോടി രൂപയോളം ഇപ്പോൾ വാടക ഇനത്തിൽ നൽകിയിട്ടുള്ളത്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ സമയങ്ങളിൽ എല്ലാം പ്രതിപക്ഷത്തിരുന്ന UDF-ഉം കോൺഗ്രസും ഈ ഹെലികോപ്റ്റർ സേവനത്തെ അങ്ങേയറ്റം വിമർശിക്കുകയാണ് ചെയ്തത്. സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു വാടക കരാറിലേക്ക് പോയത് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സന്ദർശനം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ടാകുന്നു. അതിന് സർക്കാർ നൽകിയ മറുപടി എന്നത് നിലവിൽ ഒരു കരാർ പ്രകാരം വാടക നൽകേണ്ടതുണ്ട് ഈ ഹെലികോപ്റ്റർ സേവനത്തിന്, അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഡേറ്റകൾ, അതായത് വിവരാവകാശ പ്രകാരമുള്ള കണക്കുകൾ ആണ് ഈ പങ്കുവച്ചത് എങ്കിൽ ഇപ്പോൾ വിവരാവകാശ പ്രകാരം പുതിയ ഡേറ്റകൾ ആവശ്യപ്പെടുമ്പോൾ അത് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ ചില പ്രതികരണങ്ങൾ ഉണ്ട്. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസരം. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. യെസ്, ഈ രണ്ട് പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യം വി ഡി സതീശൻ പറഞ്ഞത് താൻ കൊച്ചിയിൽ ഹെലികോപ്റ്ററിൽ പോയത് വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് എന്നായിരുന്നു. പിന്നീട് വി ഡി സതീശൻ അത് തിരുത്തുന്നു. താൻ കൊച്ചിയിലാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ഒപ്പം വി ഡി സതീശൻ ചേർത്തുവെച്ച മറ്റു ചില വാചകങ്ങളുണ്ട്. അത് പരസ്യമായും രഹസ്യമായും ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തേണ്ടതായി വരും. നാടിനെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട് എന്നുകൂടിയാണ്. ഇതേ വി ഡി സതീശൻ തന്നെയാണ് താൻ ആരെയും രഹസ്യമായി കാണാറില്ല എന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പല കൂടിക്കാഴ്ചകളും രഹസ്യമായിട്ടാണ് നടത്തിയത് എന്നും നേരത്തെ പറഞ്ഞു വെച്ചത്. അത് മാത്രവുമല്ല, നാടിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഉൾപ്പെടുന്ന ഒന്നാണിത്. കാരണം കോടിക്കണക്കിന് രൂപ നൽകിയാണ് ഹെലികോപ്റ്റർ സേവനം നടത്തുന്നത്. അത് സാധാരണക്കാരന്റെ നികുതി പണം ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഹെലികോപ്റ്ററിന്റെ സേവനത്തെ സംബന്ധിച്ച് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങൾ എന്ത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഉന്നയിച്ചത് ഈ ഹെലികോപ്റ്റർ എന്നാണ് വാടകയ്ക്കെടുത്തത് എന്ന ചോദ്യമായിരുന്നു വിവരാവകാശ പ്രകാരം ഉന്നയിച്ചത്. മറ്റൊന്ന്, പ്രതിമാസം എത്ര രൂപയാണ് ഹെലികോപ്റ്ററിന് ഇപ്പോൾ വാടകയായി സർക്കാർ നൽകേണ്ടതായി വരുന്നത്? 31/7/2026 വരെ ആകെ എത്ര രൂപ ഹെലികോപ്റ്ററിന്റെ ഈ ഉപയോഗത്തിനായി സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്? അതോടൊപ്പം ഏത് കമ്പനിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്? നിലവിലെ കമ്പനിയുമായുള്ള കരാർ
എന്താണ് അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ്? കാരണം വാർത്താ സമ്മേളനത്തിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞത് നിലവിലൊരു കരാറുണ്ട്, അതുപ്രകാരം സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം നൽകുന്നുണ്ട്, അപ്പോഴത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകണം, അതുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഒപ്പം വാടക കരാറിൻ്റെ കോപ്പി ഇത്രയുമാണ് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടത് എന്നതാണ് പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. ഇവിടെ സൂചിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ആശുപത്രികളിലെ അവയവ കൈമാറ്റത്തിന് എത്ര തവണ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നതുകൂടി വിവരാവകാശ പ്രകാരം ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ തീയതികളിൽ ആണ് ഈ അവയവദാനത്തിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്? ഇത്തരം ചോദ്യങ്ങൾ ആണ് ഈ വിവരാവകാശ പ്രകാരം സംസ്ഥാന സർക്കാരിനോട് പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഏറെ കൗതുകകരമാകുന്ന ഒന്ന്, അതിന് ലഭിച്ച മറുപടി ഹെലികോപ്റ്റർ വാടകയുടെ വിവരങ്ങൾ രഹസ്യ സ്വഭാവം ഉള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിന്മേൽ ഇത് വരുന്നില്ല. വിവരങ്ങളെല്ലാം പോലീസ് ആസ്ഥാനത്തെ രഹസ്യാത്മക വിഭാഗത്തിൽ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്ന മറുപടി. മാത്രമല്ല 2006 സർക്കാർ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് 2006 സർക്കാർ ഉത്തരവ് പ്രകാരം എന്നുള്ളതാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടം എന്നത് ഈ 2006 ശേഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിലെ ഇതേ ഹെലികോപ്റ്ററിന്റെ സേവനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കുമ്പോഴാണ് VD സതീശൻ അധികാരത്തിലേറി ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് രഹസ്യാത്മകം എന്ന് പറയുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, വളരെ കൗതുകകരമാണ്. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഹെലികോപ്റ്റർ സേവനത്തെ വിമർശിച്ചവർ ആണ് സംസ്ഥാന സർക്കാർ, അന്നത്തെ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ. പ്രത്യേകിച്ച് VD സതീശൻ അടക്കം വിമർശനം ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളത്. അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ഈ ഹെലികോപ്റ്റർ സേവനം എന്നത് അധിക ചെലവായി മാറുന്ന സാഹചര്യമുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ആയിരുന്നു പലപ്പോഴായി ഉയർത്തിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.